ശിവനേ എൻ സ്മൃതിരൂപനേ, ശിവനേ എൻ ശ്രുതി താളമേ, ശിവനാകും ജ്ഞാന സാഗരത്തിൽ ശിവസ്നേഹത്തിര ചേരും മാനസത്തിൽ, ശിവനേ എൻ സ്മൃതിരൂപനേ. പാരാകെ തേടിയ സത്യം നീ, പാരിങ്കൽ വന്നൊരു സൗന്ദര്യം നീ. പാരാകെ തേടിയ സത്യം നീ, പാരിങ്കൽ വന്നൊരു സൗന്ദര്യം നീ. പാരിനെ വിണ്ണാക്കും ആത്മശില്പി നീ, പാലാഴി തീർക്കും പരമാത്മൻ നീ. പാരിനെ വിണ്ണാക്കും ആത്മശില്പി നീ, പാലാഴി തീർക്കും പരമാത്മൻ നീ. ശിവനേ എൻ സ്മൃതിരൂപനേ, ശിവനേ എൻ ശ്രുതി താളമേ, ശിവനാകും ജ്ഞാന സാഗരത്തിൻ ശിവസ്നേഹത്തിര ചേരും മാനസത്തിൽ, ശിവനേ എൻ സ്മൃതിരൂപനേ. പാതിരാവിൻ്റെ ജ്ഞാനപ്രകാശം നീ, പരമമന്ത്രമേകിയ സദ്ഗുരു നീ. പാതിരാവിൻ്റെ ജ്ഞാനപ്രകാശം നീ, പരമമന്ത്രമേകിയ സദ്ഗുരു നീ. പടരും ജ്ഞാനാഗ്നി ഉരുകും ശോഭയിൽ പാവനൻ സത്യ ശിവസുന്ദരൻ നീ. പടരും ജ്ഞാനാഗ്നി ഉരുകും ശോഭയിൽ പാവനൻ സത്യ ശിവസുന്ദരൻ നീ. ശിവനേ എൻ സ്മൃതിരൂപനേ, ശിവനേ എൻ ശ്രുതി താളമേ, ശിവനാകും ജ്ഞാന സാഗരത്തിൽ ശിവസ്നേഹത്തിര ചേരും മാനസത്തിൽ, ശിവനേ എൻ സ്മൃതിരൂപനേ.
पल में समाई है।
अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. ശുഭാബാക്ക യാദ് ഹെ. ഇന്ന് മുരളി ഡേറ്റ് 21/10/2025. ബാബയുടെ മധുര മഹാവാക്യം, मीठे बच्चे सवेरे सवेरे उठ बाबा से मीठी मीठी बातें करो। विचार सागर मंथन करने के लिए सवेरे का टाइम बहुत अच्छा है. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, അതിരാവിലെ എഴുന്നേറ്റ് ബാബയോട് മധുരമായ വാർത്താലാപം ചെയ്യുക. വിചാരസാഗര മഥനം ചെയ്യുന്നതിന് വേണ്ടി അതിരാവിലെ സമയമാണ് വളരെ ഉത്തമമായത്. അപ്പം അതിരാവിലെ എഴുന്നേറ്റ് ബാബയോട് മധുരമായിരിക്കുന്ന ആത്മീയ സംഭാഷണം നടത്തണം. കാരണം ബാബ പറഞ്ഞ ആ ഒരു സമയം വിചാരസാഗര മനനം ചെയ്യുന്നതിന് വളരെ ഉത്തമമായ സമയമാണ്. प्रश्न, भक्त भी भगवान को सर्वशक्तिवान कहते और तुम बच्चे भी, लेकिन दोनों में अंतर क्या है? ബാബ ചോദിക്കുകയാണ്, ഭക്തരും ഭഗവാനെ സർവശക്തിവാൻ എന്ന് പറയുന്നു, അതുപോലെ നിങ്ങൾ കുട്ടികളും പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കിടയിലുള്ള അന്തരമെന്ത്? ഭക്തിയിൽ ഭക്തർ ഭഗവാനെ സർവശക്തിവാനായി കാണുന്നതിലും നിങ്ങൾ കുട്ടികൾ ബാബയെ സർവശക്തിവാനായി കാണുന്നതിലുള്ള അന്തരമെന്ത് എന്ന് ബാബ ചോദിക്കാൻ. उत्तर, वो कहते भगवान तो जो चाहे वो कर सकता है, सब कुछ उसके हाथ में है. ഭക്തർ പറയുന്നു, ഭഗവാൻ എന്താഗ്രഹിക്കുന്നു അതെല്ലാം ചെയ്യാൻ സാധിക്കും, അങ്ങനെ കഴിവുണ്ട് എന്നാണ്.
സബ് കുച്ച് ഉസ്കെ ഹാത്ത് മേ ഹെ, കാരണം എല്ലാം അവൻ്റെ കൈകളിലാണെന്ന് പറയും. ലേക്കിൻ തും ജാൻതേ ഹോ ബാബാ നെ കഹാ മൈ ബി ഡ്രാമ കെ ബന്ധൻ മേ ഹും. എന്നാൽ ഇവിടെ നമ്മൾ കുട്ടികൾക്കറിയാം, ബാബ പറഞ്ഞു തന്നിരിക്കുകയാണ് ഭഗവാനും കൂടി, എന്ന് വെച്ചാൽ ബാബയും കൂടി ഡ്രാമയുടെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടവനാണ്. ഡ്രാമ സർവശക്തിവാനാണ്. ബാപ് കോ സർവശക്തിവാൻ ഇസ്ലിയെ കഹാ ജാത്ത ക്യോंकि उनके पास सर्व को सद्गति देने की शक्ति है. ബാബ പറഞ്ഞു തന്നു ബാബയെ സർവശക്തിവാൻ എന്ന് പറയാനുള്ള കാരണം എന്താ? കാരണം ബാബയുടെ അടുത്ത് സർവർക്കും സദ്ഗതി നൽകാനുള്ള ശക്തിയുണ്ട്. ഐസേ രാജ്യ സ്ഥാപൻ കർത്ത ജിസേ കബി കൊയ് ചീൻ നഹീ സക്ത. അപ്പോൾ ബാബ അത്തരത്തിലുള്ള സാമ്രാജ്യം അഥവാ രാജ്യത്തെയാണ് സ്ഥാപിക്കുന്നത്. അത് മറ്റാർക്കും തന്നെ തട്ടിയെടുക്കാനുള്ള കഴിവും ഇല്ല, ആർക്കും ആ ഒരു ശക്തി ഇല്ല. അപ്പോൾ ഭക്തർ പറയുന്നു ഭഗവാൻ സർവശക്തിവാൻ എന്നുള്ള വിശ്വാസം ഏതിൻ്റെ ആധാരത്തിലാണ്? ഭഗവാന്റെ കൈകളിലാണ് എല്ലാം ചലിപ്പിക്കുന്നതും അവൻ എന്ന് പറയാറുണ്ട്. എന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. എന്നാൽ ബാബ മക്കൾക്ക് നൽകിയ അറിവ് എന്താണ്? ഭഗവാൻ സർവശക്തനാണ്. എങ്ങനെ? കാരണം സർവാത്മാക്കൾക്കും സദ്ഗതി നൽകാനുള്ള ശക്തി ഒരു ഭഗവാനിൽ മാത്രമാണ്. അതുപോലെ തന്നെ ബാബ പറയാണ് അത്തരത്തിലുള്ള രാജ്യം ബാബ സ്ഥാപിക്കുന്നു, അത് ആർക്കും തന്നെ തട്ടിയെടുക്കാനും സാധിക്കില്ല. ഓം ശാന്തി ഏ കിസ്നെ കഹ ബാബാനെ, ഓം ശാന്തി ഏ കിസ്നെ കഹ ദാദാനെ. അപ്പോൾ ബാബ പറയണ ഓം ശാന്തി എന്ന് പറഞ്ഞത് ആര്? ഒന്ന് ശിവബാബ, മറ്റൊന്ന് ബാബ പറയണ ദാദാ, അതായത് ബ്രഹ്മ ബാബ. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് മക്കളുടെ ഉള്ളിൽ. ऊंचे ऊंच की महिमा तो बहुत बारी है, कहते സർവശക്തിവാൻ ഹേ തോ ക്യാ നഹീ കർ സക്തെ. ഉയർന്നതിലും ഉയർന്ന ഭഗവാന്റെ മഹിമ വളരെയധികം ശ്രേഷ്ഠമാണ്. അപ്പോൾ സർവശക്തിവാനായിരിക്കുന്ന ഭഗവാൻ എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് അഥവാ സാധിക്കാത്തത്? അബേ ഭക്തി മാർഗ് വാലെ തോ സർവശക്തിവാൻ കാ അർത്ഥ ബഹുത് ബാരി നിക്കാൽത്തെ ഹോങ്കെ. അപ്പോൾ ബാപ്പന് ഭക്തി മാർഗത്തിലാണ് അങ്ങനെ ഒരു വിശ്വാസം, സർവശക്തനാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസത്തിലെ വേറെയാണ്, ഭഗവാൻ എന്തും ചെയ്യാൻ സാധിക്കുന്നവനാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ ബാബ പറഞ്ഞു തരണ ഡ്രാമ അനുസരിച്ച് എല്ലാം സംഭവിക്കുന്നു. മൈ കുച്ച് നഹീ കർ സക്താ ഹും. ബാബ പറഞ്ഞ അതിൽ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. മൈ ബി ഡ്രാമ കെ ബന്ധൻ മേ ഹും. കാരണം ബാബ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതായത് ഡ്രാമയിലെ ബന്ധനത്തിൽ ബാബയും പെട്ടെടുക്കുകയാണ്. സിർഫ് തും ബാപ്കോ യാദ് കർനെ സെ സർവശക്തിവാൻ ബൻ ജാത്തെ. ബാബയെ കേവലം നമ്മൾ ഓർമ്മിക്കുമ്പോഴാണ് നമ്മൾ കുട്ടികൾ ആരായി മാറുക? സർവശക്തിവാന്മാരായി മാറുക. പവിത്ര ബന്നെ സെ തമോ പ്രധാൻ സെ സത്തോ പ്രധാൻ ബൻ ജാത്തെ ഹോ. പവിത്രരാകുന്നതിലൂടെ നമ്മൾ ആരാകും? തമോ പ്രധാനത്തിൽ നിന്നും സത്തോ പ്രധാനരായിത്തീരും. അപ്പോൾ ബാബ സർവശക്തിവാനാണ്. ഉൻകോ സിഖ്ലാന ഹോത്ത. അപ്പോൾ ബാബ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ബച്ചേ മുझे യാദ് കരോ തോ വികം വിനാശ് ഹോ ജായെങ്കെ. ബാബ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താ? കുട്ടികളെ നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കൂ, അപ്പോഴേ വികർമ്മം വിനാശമാകൂ. ഫിർ സർവശക്തിവാൻ ബൻ വിശ്വ പർ രാജ്യ കരേങ്കെ. അങ്ങനെ നമ്മൾ കുട്ടികൾ സർവശക്തിവാന്മാരായി വിശ്വത്തിന്മേൽ രാജ്യം ഭരിക്കുന്നവരാകും. ശക്തി നഹി ഹോഗി തോ രാജ്യ കൈസെ കരേഗ. ബാബ പറഞ്ഞ ശക്തിയെ ഇല്ല എങ്കിൽ നമുക്ക് എങ്ങനെ രാജ്യം ഭരിക്കാൻ പറ്റാം? അപ്പോൾ ബാബ പറയണ അങ്ങനെ ഒരു ശക്തി ലഭിക്കുന്നത് ആരിൽ നിന്നാണ്? ബാബയുമായിട്ട് ബുദ്ധിയോഗം വയ്ക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ പ്രാചീന യോഗം എന്നുള്ള ഗായനം വളരെയധികമുണ്ട്. തും ബച്ചെ നമ്പർവാർ യാദ് കർ അവർ ഖുഷി മേ ആത്തേ ഹോ. ഇപ്പോൾ പ്രാക്ടിക്കലി ബാബ പറഞ്ഞ ഇപ്പോൾ നമ്മൾ കുട്ടികൾ ഓരോരുത്തരും അവരവരുടെ ശക്തിക്കനുസരിച്ച്, അതുകൊണ്ട് ബാബ പറഞ്ഞ ക്രമസംഖ്യ പ്രകാരം നിങ്ങൾ ഓർമ്മിക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്കറിയാം നമ്മൾ ആത്മാക്കൾ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെയാണ് വിശ്വരാജ്യാധികാരം പ്രാപ്തമാക്കുക. കൊയ്ക്ക് താക്കത്ത് നഹി ജോ ചീൻ നാ സക്കെ. ബാബ പറഞ്ഞ അങ്ങനെ ആർക്കും കഴിവില്ല, അത്രയും ശക്തിയില്ല ബാബയാൽ പ്രാപ്തമാക്കിയ ആ ഒരു രാജ്യാധികാരത്തിൻ്റെ സ്വത്തിനെ തട്ടിയെടുക്കാൻ.
ഊഞ്ചത്തെ ഊഞ്ച് ബാപ് കി മഹിമ സബ് കർത്തെ പരന്തു സമസ്തേ കുച്ച് നഹി. അപ്പോൾ ഉയർന്നതിലും ഉയർന്ന ഭഗവാന്റെ മഹിമകളൊക്കെ എല്ലാവരും പാടാറുണ്ട്. പക്ഷെ യഥാർത്ഥ രൂപത്തിൽ അവരുടെ കഴിവിനെക്കുറിച്ച്, അവരുടെ ശക്തിയെക്കുറിച്ച്, ഏതിൻ്റെ ആധാരത്തിലാണ് ഭഗവാനെ സർവശക്തിവാൻ എന്ന് വിളിക്കുന്നത്, അതൊന്നും അവർക്ക് അറിയുകയില്ല. ഏക് ഭി മനുഷ്യ നഹി ജിസ്കോ യെ പതാ ഹോ കി യെ നാടക്. ലോകത്തിൽ ഇതൊരു നാടകമാണെന്നുള്ള തിരിച്ചറിവുള്ള ഒരു മനുഷ്യന് പോലും ഇല്ല. अगर समझते हो कि नाटक है तो शुरू से अंत तक को याद आना चाहिए ना. അഥവാ ശരി, ഇപ്പം എല്ലാവരും പറയും ഇതൊരു നാടകമാണ്, സൃഷ്ടി നാടകം എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. സത്യത്തിൽ യഥാർത്ഥമായിട്ട് ഇത് നാടകമാണെന്നുള്ള അറിവുണ്ടായിരുന്നുവെങ്കിൽ നാടകത്തിൻ്റെ ആരംഭം മുതൽ മധ്യകാലം മുതൽ അന്തിമം വരെയുള്ള കാര്യങ്ങൾ അവർക്ക് ഓർമ്മയുണ്ടാകണം. അല്ല എങ്കിൽ ബാബ പറയുന്നത് നാടകം എന്ന് പറയുന്നത് തന്നെ തെറ്റാകൂലേ. കേത്തെ ബി ഹെ നാടകെ ഹം പാർട്ട് ബജാനെ ആയേ ഹെ. പറയുന്നുണ്ട് ഇതൊരു നാടകമാണ്, ഇവിടെ നമ്മൾ പാർട്ട് അഭിനയിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെയാണെങ്കിൽ ബാബ പറഞ്ഞു തരാണ്, ഏതുപോലെ ലൗകികത്തിലുള്ള നാടകത്തിൽ അതിൻ്റെ ആദ്യ മധ്യാന്ത്യത്തിൻ്റെ എല്ലാ കഥകളും നമ്മൾ അറിഞ്ഞിരിക്കും. യേ ബി കേത്തെ ഹം ഊപ്പർ സെ ആത്തെ തബ് തോ വൃദ്ധി ഹോത്തി റഹത്തി ഹെ ന. ഇതും പറയുന്നുണ്ട് മുകളിൽ നിന്നാണ് നമ്മൾ വരുന്നതെന്നും അതുകൊണ്ടാണ് ഇവിടെ അഭിവൃദ്ധി ഉണ്ടാകുന്നതെന്നും. സത്യുഗമേത്തോടെ മനുഷ്യത്തെ, അങ്ങനെയാണെങ്കിൽ സത്യുഗത്തിൽ വളരെ കുറച്ച് മനുഷ്യരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയെല്ലാം ആത്മാക്കൾ എവിടെ പോയി, എവിടെ ആയിരുന്നു, എവിടെ നിന്നാണ് വന്നത്? ഏ കോയി സമസ്തേ നഹി കി അനാദി ബനാ ബനായ അവിനാശി ഡ്രാമ ഹെ. അപ്പോൾ ബാബ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ആർക്കും ഈ ഒരു അറിവില്ല, ഇതൊരു അനാദി അവിനാശിയായിരിക്കുന്ന, ഉണ്ടാക്കപ്പെട്ടതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാടകമാണ് എന്നുള്ളത് ആരും അറിയുന്നില്ല. ജോ ആദി സെ അന്ത് തക് റിപ്പീറ്റ് ഹോത്താ രഹത്ത. ബാബണി ഈ നാടകത്തിൻ്റെ പ്രത്യേകത എന്താ? ആദിയിൽ നിന്നും അന്ത്യം വരെ വീണ്ടും ഉണ്ടാകുന്നത് പുനരാവർത്തിക്കപ്പെടും. तुम बाइस्कोप शुरू से अंत तक देखो, फिर दोबारा रिपीट करके अगर देखेंगे तो चक्र जरूर हूबहू रिपीट होगा. അപ്പോൾ ബാബ പറഞ്ഞ നിങ്ങൾ ഏതെങ്കിലും ഒരു സിനിമ തുടക്കം മുതൽ അവസാനം വരെ കണ്ടു എന്ന് വിചാരിച്ചു, വീണ്ടും നോക്കുകയാണെങ്കിലോ വീണ്ടും ആരംഭം മുതൽക്ക് തന്നെ ആ ദൃശ്യങ്ങൾ തന്നെയല്ലേ അതുപോലെ തന്നെ ആവർത്തിക്കപ്പെടും. അതിൽ അല്പം പോലും യാതൊരു മാറ്റം ഉണ്ടാവുകയില്ല. കാരണം ആ റീൽ എന്താണ്, വീണ്ടും വീണ്ടും അത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും. तो बाप मीठे मीठे बच्चों को कैसे बैठ समझाते, कितने मीठा बाप है. അപ്പം നോക്കൂ, ബാബ ഈ ഒരു സമയത്ത് എത്ര മധുരമായ രീതിയിലാണ് തൻ്റെ മക്കൾക്ക് മനസ്സിലാക്കി തരുന്നത്. അത്രയും മധുരമുള്ള ബാബയാണ്. അതുകൊണ്ട് ബാബ പറയണ ഏതുപോലെ ഞാൻ മധുരമുള്ളവനാണോ അതുപോലെ നിങ്ങൾ കുട്ടികളും മധുരമുള്ളവരാകണം. ബാബ ബസ് അഭി തും ചലത്തെ ഹെ അപ്പനെ സുഖധാമേ. നമ്മുടെ ഉള്ളിൽ ഒറ്റ സങ്കല്പം, ബാബ ഇപ്പോൾ നമ്മൾ നമ്മുടെ സുഖധാമത്തിലേക്കുള്ള യാത്രയിലാണ്. അഭി യെ മാലൂം പടാ കി ഹം ആത്മാ പാവൻ ജായേഗി ഫോർ തോ ദൂത് കി വഹാ പാവൻ മിലേഗ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ ആത്മാ പാവനമായി മാറുകയാണെങ്കിൽ അവിടെ പ്രകൃതിയും കൂടി പാവനായിരിക്കും. ബാബ തന്നെ പറയാണ് അവിടെ പാലും പോലും പാവനമായിരിക്കും. ശ്രേഷ്ഠാചാരി മാതായെ ബോത് മീഠി ഹോത്തി ഹെ. അപ്പോൾ ബാപ്പന് ശ്രേഷ്ഠാചാരികളായിരിക്കുന്ന അമ്മമാർ വളരെയധികം മധുരമുള്ളവരായിരിക്കും. സമീപ ബച്ചോങ്കോ ആപ്പേ ഹി ദൂത് പിലാത്തി ഹെ. ബാപ്പൺ അവരെല്ലാ പ്രകാരത്തിലും മാധുര്യം നിറഞ്ഞതായിരിക്കും. സമയാനുസരിച്ച് മക്കൾക്ക് പാല് കുടിപ്പിക്കും. ബച്ചേക്കോ റോനേക്ക് ദർക്കാർ നഹി ഹോത്തി. അവിടെ മക്കൾ കരയേണ്ട ഒരു ആവശ്യം വരാറില്ല. ഐസെ ഐസെ ഏ ബി വിചാസാഗം മന്ഥൻ കർണ ഹോത്ത. അപ്പം സത്യുഗവും പറയുമ്പോൾ അവിടുത്തെ ജീവിത രീതികളൊക്കെ എങ്ങനെ ഉണ്ടായിരിക്കും? ബാബ പറയണു കുട്ടിക്ക് പാല് കിട്ടില്ല എന്ന് പറഞ്ഞ് കരയേണ്ട ഒരു അവസ്ഥ പോലും അവിടെ ഉണ്ടാവില്ല. എല്ലാം ബാബ പറയണ കൃത്യസമയത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കും. അപ്പം ബാബ പറയണ ഇതും കൂടി നിങ്ങൾ വിചാരസാഗര മഥനം ചെയ്യണം. സത്യുഗം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. സുബഹ് ബാബാസെ ബാത്തേ കർണേസെ ബടാ മജ ആത്ത. പക്ഷെ ബാബയുടെ സംഗമികത്തിൽ അത് രാവിലെ എഴുന്നേറ്റ് ബാബയോട് ഇത്തരത്തിലുള്ള സംഭാഷണം നടത്തുമ്പോൾ അതിൽ വലിയൊരു ആനന്ദമുണ്ടാകും. തോ ബാബ ആപ് കിത്നി അച്ഛി യുക്തി ബത്താത്തേ ഹോ. ബാബയോട് പറ, ബാബ എത്ര യുക്തികരമായിരിക്കുന്ന കാര്യങ്ങൾ, നല്ല നല്ല യുക്തികളാണ് ബാബ പഠിപ്പിക്കുന്നത്. ശ്രേഷ്ഠാചാര്യ രാജ്യസ്ഥാപൻ കർണേക്ക് അല്ലേ, ബാബ അത്തരത്തിലുള്ള യുക്തികൾ പറഞ്ഞു തന്ന് നമ്മൾ കുട്ടികളിലെ പരിവർത്തനം കൊണ്ടുവരുത്തി അത്തരത്തിലുള്ള ശ്രേഷ്ഠാചാര്യ രാജ്യം സ്ഥാപിക്കുകയാണ്.
അവിടെ നമ്മൾ ശ്രേഷ്ഠാചാര്യ അമ്മമാരുടെ മടിത്തട്ടിലായിരിക്കും. എന്ന് വെച്ചാൽ ദേവതകളുടെ മടിത്തട്ടിൽ നമ്മുടെ ജന്മം ഉണ്ടാകും. അനേക ബാർ ഹം ഹി ഇസ് നയെ സൃഷ്ടിമേ ഗയേ. ബാബ പറയണത് ആദ്യ പ്രാവശ്യമല്ലല്ലോ, അനേക പ്രാവശ്യം നമ്മൾ ആ പുതിയ സൃഷ്ടിയിൽ വന്നവരാണ്. അഭി ഹമാരെ ഖുഷിക്ക് ദിൻ ആത്തെ. ഇപ്പം വീണ്ടും ആ ഒരു സന്തോഷ ദിനങ്ങൾ വരവായി. ये खुशी की खुराक, खुशी जैसी खुराक है, इसलिए ഗായൻ ബി ഹെ. അപ്പം ബാബപ്പണി ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു ഔഷധം പോലെയാണ്. അതുകൊണ്ടാണല്ലോ ഇന്നും ഗായനം ഉള്ളത്. അതീന്ദ്രിയ സുഖത്തെക്കുറിച്ച് ചോദിക്കണമെങ്കിൽ ആരോട് ചോദിക്കാൻ പറഞ്ഞു? ഗോപ വല്ലഭൻ്റെ ഗോപിയരോട് ചോദിക്കൂ. അബ് ഹംകോ ബേഹദ് കാ ബാപ്പ് മില. അപ്പം അത്തരത്തിൽ നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ ആരാണ് കിട്ടിയിരിക്കുന്നത്? പരിധിയില്ലാത്ത അച്ഛൻ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാബ നമ്മൾ കുട്ടികളെ വീണ്ടും സ്വർഗത്തിൻ്റെ അധികാരി ശ്രേഷ്ഠാചാരികളാക്കി മാറ്റുകയാണ്. കൽപ്പവും നമ്മൾ തന്നെയാണ് ആ രാജ്യഭാഗ്യം എടുക്കുന്നവരും. ഹാർ കാത്തെ ഫിർ ജീത്ത് പാത്ത്. തോൽക്കുകയും ചെയ്യും, അതേ സമയത്ത് നമ്മൾ വീണ്ടും ജയിക്കുകയും ചെയ്യും. ഇപ്പോൾ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് രാവണൻ്റെ മേൽ വിജയം പ്രാപിക്കാൻ കഴിയുന്നത്. അതോടെ നമ്മൾ പാവനരായി മാറുകയും ചെയ്യും. അവിടെ ബാബ പറയാണ്, സത്യുഗത്തിൽ യുദ്ധമോ ദുഃഖമോ യാതൊന്നും തന്നെ അവിടെ ഉണ്ടാവുകയില്ല. ഇവിടത്തെ പോലുള്ള യാതൊരു പാഴ്ചെലവുകളും അവിടെ ഉണ്ടാകുന്നില്ല. ഭക്തി മാർഗമേ ജന്മ ജന്മാന്ത കിത്തന ഖർച്ചാ കിയ, കിത്തനെ ധക്കെ കായെ, കിത്തനെ ഗുരു കിയെ. ബാബ പെണ്ണ് ഓർത്തു നോക്കൂ, ഭക്തിമാർഗത്തിൽ ജന്മജന്മാന്തരങ്ങൾ എന്തെല്ലാം ചെലവാക്കി, നമ്മൾ എത്രമാത്രം ചെലവാക്കി, ഏതെല്ലാം വിധത്തിൽ ഉന്തും തിക്കും തിരക്കിലും പെട്ടു, എത്രയെല്ലാം നമ്മൾ ദുഃഖങ്ങൾ അനുഭവിച്ചു, എത്രമാത്രം ഗുരുക്കന്മാരുടെ അടുത്ത് പോയി. അഫിറാദ കൽപ്പ ഹം കോയി ഗുരു നഹി കരേങ്കെ. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സദ്ഗുരുവാണ്, പരമമായിരിക്കുന്ന ഗുരു. അതുകൊണ്ട് ഇനി അരകൽപ്പത്തിലേക്ക് നമ്മൾ ഏതൊരു ഗുരുവിൻ്റെ അരികിൽ പോകേണ്ട കാര്യമില്ല. ബാബ പറയണ ഇപ്പോൾ നമ്മൾ ശാന്തിധാമ സുഖധാമത്തിലേക്ക് പോവുകയാണ്. ബാബ പറഞ്ഞു തരാണ്, നിങ്ങൾ സുഖധാമത്തിലേക്കുള്ള യാത്രക്കാരാണ്. അബ് ദുഃഖധാം സെ സുഖധാം മേ ജാന. ഇപ്പം നമ്മുടെ യാത്ര എവിടെ നിന്നാണ്? ദുഃഖധാമത്തിൽ നിന്നും സുഖധാമത്തിലേക്കാണ് പോകേണ്ടത്. അവർ നമ്മുടെ അച്ഛനാണ്. നോക്കൂ ഏതുപോലെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹമാര യാദ്ഗാർ ബി യഹാ ഹെ. അപ്പം ബാബ വന്നിരിക്കാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സ്മാരക ക്ഷേത്രങ്ങളുമുണ്ട്. ഏതോ ബഡ വണ്ടർ ഹേന. അപ്പോൾ ബാബപ്പണ്ണ മധുബന ഭൂമിയുടെ തൊട്ടപ്പുറത്ത് തന്നെ ദിൽവാഡ ക്ഷേത്രം. അപ്പോൾ നമ്മൾ ഏതുപോലെ ഇവിടെ തപസ് ചെയ്യുന്ന അതിൻ്റെ സ്മാരക മന്ദിരം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ബാബപ്പണ്ണ ആ ക്ഷേത്രത്തിന്, ദിൽവാഡ ക്ഷേത്രത്തിന് വളരെയധികം മഹിമയുണ്ട്. ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതിൻ്റെ സ്മാരകമാണല്ലോ അവിടെ തയ്യാറായിരിക്കുന്നത്. യേ ഊബാഹു അമാര യാദ്ഗാർ ഹെ. അപ്പോൾ ബാപ്പണ്ണ ദിൽവാഡ ക്ഷേത്രം എന്ന് പറയുന്ന സംഗമയുഗി നമ്മളുടെ യഥാർത്ഥമായിരിക്കുന്ന സ്മാരകമാണത്. അതിൽ ആരൊക്കെയുണ്ട്? മമ്മ, ബാബ, പിന്നീട് കുട്ടികൾ. നീച്ചെ യോഗ സീഖ് രഹേ ഹെ അല്ലേ. ബാബപ്പണ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാം മാർബിൾ കൊണ്ട് കൊത്തിയതാണ്. അപ്പോൾ താഴെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ കാണിക്കുന്നുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ കുടീരം കാണിക്കുന്നുണ്ട്. മുകളിലാണെങ്കിലോ സ്വർഗത്തിൻ്റെ രാജാധികാരം കാണിക്കുന്നു. ജാഡ് മേ ബി കിത്തന ക്ലിയർ ഹെ. അപ്പോൾ ബാപ്പണ വൃക്ഷത്തിലാണെങ്കിൽ എത്ര വ്യക്തമായി കാണിച്ചിരിക്കുന്നു. ബാബ ने कैसे साक्षात्कार कराया, फिर चित्र बैठ बनवाए. നോക്കൂ, ബാബ യജ്ഞത്തിൻ്റെ തുടക്കത്തിൽ സാക്ഷാത്കാരം ചെയ്യിപ്പിച്ചിട്ടാണ് ഈ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കിച്ചത്. ബാബാനെ ഹി സാക്ഷാത്കാർ കറായ ഓർ ഫിർ കറക്റ്റ് ബി കിയ. അപ്പോൾ ബാബ തന്നെ ആ സമയത്ത് സാക്ഷാത്കാരം ചെയ്യിപ്പിച്ച് ഈ കോഴ്സിൻ്റെ ചിത്രങ്ങളൊക്കെ വരപ്പിച്ചു. എന്നിട്ട് അതിൽ കറക്ഷൻസ് ഉണ്ടാക്കി. ഏത് ജഗദീഷ് ഭായ് പറയായിരുന്നു, നമ്മുടെ കൽപ്പവൃക്ഷത്തിൻ്റെ ചിത്രം എത്ര പ്രാവശ്യം അത് മാറ്റി 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 വരപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ ബാബ പറഞ്ഞ ഇതെല്ലാം എത്ര അത്ഭുതമാണല്ലോ. അതിൽ മുഴുവൻ ജ്ഞാനം അടങ്ങിയിട്ടുണ്ട്. കിസ്കോ ബി ഇസ് നോളജ് കാ പത്താ നഹി. പക്ഷെ ചിത്രം കണ്ടാൽ തന്നെ ആർക്കും അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ജ്ഞാനത്തെ വ്യക്തമാക്കാൻ പറ്റില്ല. അത് ആർക്കും അത്ര പെട്ടെന്ന് മനസ്സിലാവുകയില്ല. അപ്പം ഇതൊക്കെ ബാബ ഇരുന്നാണ് മനസ്സിലാക്കി തരുന്നത്. നോക്കൂ, മനുഷ്യർ എത്രമാത്രം തമോപ്രധാനരായിരിക്കുകയാണ്. മനുഷ്യ സൃഷ്ടി ബഡ്ത്തി ജാത്തി ഹെ. അപ്പോൾ ബാബ പറഞ്ഞ പതിയെ പതിയെ മനുഷ്യ സൃഷ്ടി എന്താകും? വർദ്ധിച്ചു കൊണ്ടേയിരിക്കും.
ഭക്തി ബി വൃദ്ധി കോ പാത്തെ പാത്തെ തമോ പ്രധാൻ ബന്തി ചാത്തി ഹെ. ഭക്തിയും കൂടി വൃദ്ധി ആവുക മാത്രമല്ല, അതിനനുസരിച്ച് തമോ പ്രധാനതയിലേക്ക് പോവുകയും ചെയ്യും. यहाँ अब तुम सतो प्रधान बनने का पुरुषार्थ करते हो. ബാപ്പണ് സൃഷ്ടി വൃദ്ധിയാകുന്നതനുസരിച്ച് എന്താകുന്നു? തമോ പ്രധാനതയിലേക്കാണ് പോവുക. ഇപ്പോൾ വീണ്ടും നമ്മൾ കുട്ടികൾ സത്തോ പ്രധാനരാകാനുള്ള പുരുഷാർത്ഥാണ് ചെയ്യുന്നത്. അവിടെ ഗീതയിലും കൂടി പറയുന്ന അക്ഷരേതാണ് മന്മനാഭവ. സിർഫേ നഹി ജാൻതേ കി ഭഗവാൻ കോൻ. ഇതൊക്കെ ഭഗവത്ഗീതയിൽ ഉണ്ടെങ്കിലും സത്യത്തിൽ ഭഗവാൻ ആരാണെന്നുള്ള പരിചയം മാത്രം അതിലില്ല. अब तुम बच्चों को सवेरे सवेरे उठकर विचार सागर मंथन करना. അപ്പോൾ ബാബ പറഞ്ഞ ഇതൊക്കെ നിങ്ങൾക്ക് ജ്ഞാനം കിട്ടുമ്പോഴും അതിരാവിലെ എഴുന്നേറ്റ് വിചാരസാഗര മനനം ചെയ്യണം. എന്നിട്ട് മനുഷ്യർക്ക് ഭഗവാന്റെ പരിചയം കൊടുക്കാനും പറ്റണം. അതിനെക്കുറിച്ചുള്ള ചിന്തനം ചെയ്യും. ഭക്തിയിലും കൂടി മനുഷ്യർ അതിരാവിലെ എഴുന്നേറ്റ് ബാബ പറഞ്ഞ പൂജാമുറിയിലൊക്കെ ഭക്തി ചെയ്യാറില്ലേ? वो भी വിചാരസാഗര മന്ഥൻ ഹുവാണ്. അതും കൂടി ഒരു തരത്തിൽ വിചാരസാഗര മനനം തന്നെ. അഭി തുംകോ ജ്ഞാൻ കാ തീസറാ നേത്ര മിൽത്താ. ഇവിടെ നമ്മൾ കുട്ടികൾക്ക് മൂന്നാം നേത്രം ജ്ഞാനത്തിൻ്റെ ലഭിക്കുകയാണ്. ബാബ മൂന്നാം നേത്രത്തിൻ്റെ കഥ ഈ സമയത്ത് നമ്മളെ കേൾപ്പിക്കുകയാണ്. ഇതിനെ തന്നെയാണ് ഭക്തിയിൽ പറയാറുള്ളത് തിജരിയുടെ കഥ. തിജരി കി കഥ, അമർ കഥ, സത്യനാരായൺ കി കഥ ഭി മഷഹൂർ ഹെ. 3 പ്രകാരത്തിലുള്ള കഥയാണ് ഭക്തിയിൽ പറയാറുള്ളത്. ഒന്ന് തിജരി കഥ, രണ്ടാമത്തെ അമരകഥ, മൂന്നാമത്തെ സത്യനാരായണൻ്റെ കഥ. സുനാനെ വാല ഏകി ബാപ്പി ജോ ഫിർ ഭക്തി മാർഗമേ ചലത്തി ഹെ. അപ്പോൾ ഇതൊക്കെ കേൾപ്പിച്ചതാരാ? ബാബ തന്നെയാണ്. എപ്പോൾ സംഗമയുഗത്തിൽ, പിന്നീട് അത് ശാസ്ത്രങ്ങളുടെ രൂപത്തിൽ ഭക്തി മാർഗത്തിൽ എഴുതപ്പെടുന്നു. ज्ञान से तुम बच्चे सॉल्वेंट बनते हो, इसलिए देवताओं को പദംപതി कहते. അപ്പോൾ ബാപ്പന് ബാബ നൽകുന്ന ജ്ഞാനത്തിൽ കൂടിയാണ് നിങ്ങൾ സമ്പന്നരായി മാറുക. അതുകൊണ്ട് ദേവതകളെ പദംപതികൾ എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ അവർ പദമത്തിൽ നിൽക്കുന്നതായി കാണിക്കുന്നു. അതിന് 2 അർത്ഥമുണ്ട്. ഒന്ന് സമ്പന്നത, രണ്ടാമത്തത് ബാപ്പണ് പവിത്രത. ദേവതകൾ എത്രമാത്രം ധനവാനായിരുന്നു, കോടിപതികളായിരുന്നില്ലേ? കലിയുഗോബി ദേക്കോ സത്യുഗോബി ദേക്കോ രാതിൻ കാ ഫറക്. അപ്പോൾ ബാപ്പണ് ഇന്ന് കലിയുഗത്തിൻ്റെ അവസ്ഥ നോക്കൂ, സത്യുഗത്തിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കൂ. അപ്പോൾ ബാപ്പണ് രാവും പകലിൻ്റെ അന്തരം കാണാം. മുഴുവൻ ലോകത്തിൻ്റെ ശുദ്ധീകരണം നടക്കേണ്ട സമയമാണിത്. ബാബപ്പണിത് പരിധിയില്ലാത്ത ലോകമാണല്ലോ. ഭാരതം എന്നത് അവിനാശി ഭൂഖണ്ഡമാണ്. ബാബപ്പണി ഈ ഭൂഖണ്ഡം ഒരിക്കലും ലോപിക്കപ്പെടുന്നില്ല. ഏകീകണ്ഠരത്ത ആദാകൽപ്പ്. ബാപ്പൺ ഒരു ഭൂഖണ്ഡമായിട്ട് മാറും അരകൽപ്പത്തോളം. എപ്പോൾ? സത്യുഗത്തിൽ ദേവതാ രാജ്യം ഭരിക്കുമ്പോൾ. ഫിർ ഓർ കണ്ട് ഇമർജ് ഹോങ്കെ നമ്പർ വാർ. പിന്നീട് ഓരോ ഭൂഖണ്ഡങ്ങൾ പിന്നീടാണ് ഇമർജ് ആവുക. തും ബച്ചോങ്കോ കിത്തനാ ജ്ഞാൻ മിൽത്ത. നോക്കൂ, ബാബ മുഴുവൻ വിശ്വത്തിൻ്റെ ജ്ഞാനം നമ്മൾ കുട്ടികൾക്ക് നൽകുകയാണ്. അവരോട് പറയണം, ഈ സമയത്ത് വേൾഡ് ഹിസ്റ്ററി, ജോഗ്രഫി എങ്ങനെ കറങ്ങുന്നു എന്നുള്ളത് ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറയണം. प्राचीन ऋषि मुनियों का कितना मान है, परंतु वो भी सृष्टि के आदि मध्य अंत को नहीं जानते, वो हठयोगी है. ബാബ പറഞ്ഞ ഈ കാലഘട്ടത്തിൽ പോലും പ്രാചീന ഋഷി മുനി വര്യന്മാർക്ക് എത്രമാത്രം ആദരവുണ്ട് അല്ലേ, അത്രയധികം ആരാധനയുണ്ട്. പക്ഷേ ബാബ പറഞ്ഞ അവർക്ക് പോലും സൃഷ്ടിയുടെ ആദ്യ മധ്യ അന്ത്യത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നില്ല. പക്ഷെ അവർ ഹഠയോഗികളാണ്, അത്രയും അവർ സാധന ചെയ്തിരുന്നു. ബാക്കി ഇസ്മേ പവിത്രതാക്കി താക്കത്ത്. എന്തുകൊണ്ടാണ് അവരെ ഇന്നും നമ്മൾ അത്തരത്തിൽ ബഹുമാനിക്കുന്നത്, ആരാധിക്കുന്നത്? കാരണം ബാബ പറഞ്ഞ അവരിൽ പവിത്രതയുടെ ബലമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്രയും അവർ ഭാരതത്തെ പിടിച്ചു നിർത്താൻ അവരെ കൊണ്ട് സാധിച്ചു. അല്ല എങ്കിൽ ബാബ പറഞ്ഞ ഭാരതത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ആലോചിക്കാൻ പോലും വയ്യ. മക്കാൻ കോ പോച്ചി ആദി ലഗായി ജാത്തി ഹേ ന तो शोभा होती है. ഭാരത് മഹാൻ പവിത്രത അവഹി പതീത് ബന. ബാബ പറഞ്ഞു തരാണ്, ഏതുപോലൊരു വീട് പഴയതാകുമ്പോൾ അതിനെ മോടി പിടിപ്പിച്ചാൽ എത്രമാത്രം, ശുദ്ധീകരിച്ചു വെച്ചാൽ എത്രമാത്രം ശോഭയുണ്ടാവില്ലേ? അതേപോലെ ബാബ പറഞ്ഞ ഭാരതവും മഹാൻ പവിത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതേ ഭാരതം ഉണ്ടായി പതീതമായി. ബാബ പറയുന്ന പാവന രാജ്യത്തിൽ നിങ്ങൾ വളരെയധികം സുഖത്തിലായിരുന്നു. ബഹുത് സമയ ചലത്ത. ആ ഒരു സുഖത്തിൻ്റെ കാലം ദീർഘകാലം ഉണ്ടായിരുന്നു. തുമാരെ പാസ് ബഹുത് ധൻ രഹത്ത. അന്ന് നിങ്ങളുടെ അരികിൽ വളരെയധികം സമ്പത്ത് ഉണ്ടായിരുന്നു.
അന്ന് നിങ്ങൾ ഭാരതത്തിൽ തന്നെയായിരുന്നു, നിങ്ങളുടെ രാജ്യഭരണം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇന്നലെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഫിർ ബന്ദ് ബാദ്മേ അന്യധർമായേ, അരകൽപ്പത്തോളം നിങ്ങളുടെ രാജ്യം നടന്നു. പിന്നെ അരകൽപ്പം കഴിഞ്ഞപ്പോൾ മറ്റു ധർമ്മങ്ങൾ വരാൻ തുടങ്ങി. ഉനോനെ ആക്കോ കുച്ച് സുധാർക്കർ അപ്പനാ നാം ബാലാക്കിയ. അപ്പോൾ ബാബ പറഞ്ഞിത്തരൻ അവർ വന്നു, കുറച്ചൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ അവരുടെ പേര് പ്രസിദ്ധാകാൻ തുടങ്ങി. അപ്പോൾ വോ ബി സബ് തമോ പ്രധാൻ ഹെ. പിന്നീട് വന്ന ധർമ്മങ്ങളും തുടക്കത്തിലൊക്കെ അവർ സത്തോപ്രധാന അവസ്ഥ. അതുകൊണ്ട് തന്നെ അവർ അവർക്ക് പേര് പ്രസിദ്ധി ഉണ്ടാകാൻ തുടങ്ങി. ഇപ്പോഴവരും തമോ പ്രധാനരായി. അബ് തും ബച്ചോം കോ കിത്നി ഖുഷി ഹോനി ചായി. അപ്പോൾ ബാബ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാകണം. അപ്പോൾ ബാബ പറഞ്ഞു, ഇതൊക്കെ പുതിയ കാര്യങ്ങളാണല്ലോ. യേ സബ് ബാത്തെ നെയ്ക്കോ നഹി സുനാനി ഹെ. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പുതിയവർക്ക് കേൾപ്പിക്കരുത്. പെഹലെ പെഹലത്തോ ബാപ്ക്ക് പെഹചാൻ ദേനി. അപ്പോൾ തുടക്കത്തിൽ അവർക്ക് കൊടുക്കേണ്ട ജ്ഞാനം എന്തോ അത് ബാബയുടെ തന്നെ പരിചയമാണ്. ബാപ്ക നാം രൂപ് ദേശ് കാൽ ജാൻത്തെ. ഇപ്പോൾ ബാബ പറഞ്ഞ ബാബയുടെ നാമം രൂപ ദേശകാലം അറിയാമോ എന്നവരോട് ചോദിക്കുക. അപ്പോൾ ആദ്യം കൊടുക്കേണ്ടത് ബാബയുടെ പരിചയമാണ്. ഉയർന്നതിലും ഉയർന്ന ഭഗവാന്റെ പാർട്ടാണല്ലോ ഇന്നും പ്രസിദ്ധമായത്. അഭി തും ജാൻത്തെ ഹോ ബാപ് ഹി ഹംകോ ഡയറക്ഷൻ ദേ രഹാ ഹെ. അപ്പോൾ അവരോട് ചോദിക്കുക, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതേ പരമാത്മ തന്നെയാണ് നേരിട്ടിപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഡയറക്ഷൻ നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന്. തും ഫിർ സെ അപ്നി രാജധാനി സ്ഥാപൻ കർ രഹേ ഹെ. ഇപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ രാജധാനിയെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. തും ബച്ചെ മേരെ മദദ്ഗാർ ഹോ. അപ്പോൾ ബാബയ്ക്ക് സഹായികളാരാ, സഹയോഗികളാരാ? നമ്മൾ കുട്ടികൾ തന്നെ. അപ്പോൾ ഏത് പ്രകാരത്തുള്ള സഹയോഗം? ബാബ ഫസ്റ്റ് സഹയോഗം എന്നാണ് പവിത്രത. തുമാരെ ലിയെ പവിത്ര ദുനിയ ജറൂർ സ്ഥാപൻ ഹോനി ഹെ. അപ്പോൾ നമുക്ക് വേണ്ടി ബാബ വീണ്ടും പവിത്ര ലോകം സ്ഥാപിക്കുകയാണ്. തും യെ ലിഖ് സക്തേ ഹോ കി പുരാനി ദുനിയ ബദൽ രഹി ഹെ. ബാപ്പണ് നിങ്ങൾ എഴുതിക്കോ, പത്രങ്ങളിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ധൈര്യത്തോടെ. അതായത് പഴയ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും സൂര്യവംശി ചന്ദ്രവംശികളുടെ രാജ്യഭരണം ഉണ്ടാകും. ഫിർ രാവൺ രാജ് ഹോഗ. അതിനുശേഷം വീണ്ടും എന്തുണ്ടാകും? രാവണ രാജ്യം ഉണ്ടാകും. ചിത്രം പേർ സംജാന ബോത്ത് മീട്ടാ ലഗ്ത. അപ്പോൾ ബാപ്പണ് ചിത്രങ്ങളുടെ ആധാരത്തിൽ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പവും അതും മധുരമായിരിക്കും. ഇൻമേ തിഥി താരിഖ് സബ് ലിഖാ ഹുവാ ഹോ. ബാപ്പണ് അതിൽ വ്യക്തത ഉണ്ടാകണം. നമ്മുടെ ചിത്രങ്ങളിലൊക്കെ അതിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കണം. ഭാരത് കാ പ്രാചീൻ രാജ്യോഗ് മാന യാദ്. അപ്പോൾ ബാബ പറയാണ്, ഭാരതത്തിൻ്റെ പ്രാചീന യോഗം എന്താണോ ഭക്തിയിൽ ഇന്നും പ്രസിദ്ധമായിരിക്കുന്നത്, അത് യഥാർത്ഥത്തിൽ ഓർമ്മ എന്നുള്ള അർത്ഥമാണ്. കാരണം ബാബയുടെ ഓർമ്മയിലൂടെയാണ് വികർമ്മ വിനാശമാവുക. ഓർ പഠായിസെ സ്റ്റേറ്റസ് മിൽത്തി. പഠിപ്പിൻ്റെ ആധാരത്തിൽ പദവിയും ബാബയുടെ ഓർമ്മയിലൂടെ എന്ത് സംഭവിക്കുന്നു? വികർമ്മം വിനാശാകും. ഭാരതത്തിൻ്റെ പ്രാചീന യോഗം എന്നാണല്ലോ അതിന് പ്രസിദ്ധി ഉള്ളത്. അപ്പോൾ ബാബ പറഞ്ഞ ദൈവീ ഗുണങ്ങളുടെ ധാരണ ഉണ്ടാകണം. ഇത്തന ജറൂർ ഹെ മായക്കെ തൂഫാൻ ആയെങ്കിൽ. ബാബ പറയുന്ന ദൈവീ ഗുണധാരണ ഉണ്ടാകണം അല്ലേ? ബാബയോടുള്ള ബുദ്ധിയോഗം വേണം, പഠിപ്പും വേണം. പക്ഷെ ബാബ ഉറപ്പിച്ച് പറയണ തീർച്ചയായിട്ടും മായയുടെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ബാപ്പണ് അതിരാവിലെ എഴുന്നേറ്റ് ബാബയോട് വാർത്താലാപം നടത്ത്. അത് രാവിലെ സമയമാണ് ഉത്തമം. ഭക്തിയോ ജ്ഞാൻ ദോനോ കേലിയ ടൈം അച്ഛാ ഹെ. ഭക്തിക്കാണെങ്കിലും ബാപ്പണ ജ്ഞാനത്തിനാണെങ്കിലും ഈ സമയം വളരെയധികം ഉത്തമമായ സമയമാണ്. ബാബയോട് മധുരമായ വാർത്താലാപം നടത്ത്. अभी हम श्रेष्ठाचारी दुनिया में जाएंगे, बूढ़ों के दिल में तो ये रहता है ना कि हम शरीर छोड़ गर्भ में जाएंगे. അപ്പം നമ്മുടെ ഉള്ളിൽ ആ ഒരു സന്തോഷം ഉണ്ടാകണം. നമ്മളിപ്പോൾ ശ്രേഷ്ഠാചാരി ലോകത്തേക്കാണ് പോകേണ്ടത്. വൃദ്ധരാകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുമല്ലോ, ഇനി ഏതായാലും നമ്മൾ ഈ ശരീരം വിട്ട് പുതിയ ഗർഭത്തിൽ പോകണമെന്ന്. ബാബ കിത്തന നശ ചടാത്തെ. അപ്പോൾ പുതിയ ഗർഭം ഏതാണ്? ദേവതാ ഗർഭം. അപ്പോൾ ബാബ എത്രമാത്രം നമ്മളിൽ ലഹരി നിറയ്ക്കുകയാണ്. ഐസി ഐസി ബാത്തേ ബൈറ്റ് കറോ തോ ബി തുമാര ജമാ ഹോ ജായേഗ. അപ്പോൾ ഇത്തരത്തിൽ ജ്ഞാനത്തിൻ്റെ പോയിൻറ്റ്സുകളെ കുറിച്ചുള്ള മനനം ചെയ്. അതിലൂടെ ബാപ്പണ് നിങ്ങളുടെ സമ്പാദ്യം ശേഖരിക്കപ്പെടും. ശുബാബ ഹംകോ നരകവാസി സെ സ്വർഗവാസി ബനാ രഹേ ഹെ. അപ്പോൾ ബാബ നോക്കൂ, നമ്മൾ കുട്ടികളെ നരകവാസിയിൽ നിന്ന് സ്വർഗവാസികളാക്കുകയാണ്. तो पहले हम आते
സാര ഓൾറൗണ്ട് പാർട്ട് ഹംനെ ബജായ. അപ്പോൾ പ്രാരംഭത്തിൽ നമ്മൾ തന്നെയാണ് ഈ സൃഷ്ടിയിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഓൾറൗണ്ട് പാർട്ട് അഭിനയിക്കുന്നത്. അബ് ബാബ കേത്തി ചീച്ചി ചോലേക്കോ ചോടുന്നു. അപ്പോൾ ബാബ പറഞ്ഞിത്തരാണ്, ഈ ഒരു അശുദ്ധമായിരിക്കുന്ന ഈ ഒരു ശരീരത്തെ ഇവിടെ ഉപേക്ഷിക്കണം. ദേഹസഹിതം മുഴുവൻ പഴയ ലോകത്തെയും മറക്കണം. ഇതിനെയാണ് പരിധിയില്ലാത്ത സന്യാസം എന്ന് പറയുക. വഹാബി തും ബൂഢേ ഹോങ്കി തോ സാക്ഷാത്കാർ ഹോഗ. അപ്പോൾ സത്യത്തിൽ നിങ്ങൾ വൃദ്ധാവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടാകും. നിങ്ങൾ ഈ ദേഹം വിട്ട് ഇപ്പോൾ വീണ്ടും ഒരു കൊച്ചുകുട്ടിയായി ജന്മെടുക്കണം. അപ്പം എത്ര സന്തോഷം ഉണ്ടാകും. ബച്പൻ തോ സബ്സെ അച്ഛാ ഹേന. ജീവിതകാലത്തിൽ ഏറ്റവും സുഖകരമായിരിക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ അത് കുട്ടിക്കാലം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും അത് ഇഷ്ടപ്പെടുമല്ലോ. ഐസെ സവേരെ ബൈറ്റ് വിചാസാകം മന്ഥൻ കർണ. അപ്പം ഈ രീതിയിൽ ബാബ പറഞ്ഞ അതിരാവിലെ എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ സത്യുഗത്തെക്കുറിച്ചുള്ള ആ ഒരു വിചാരസാഗര മഥനം ചെയ്യണം. പോയിൻറ്റ്സ് നിക്കലേഗി തോ തുംകോ ഖുഷി ഹോഗി. ബാബ നൽകിയിരിക്കുന്ന ആ ഒരു സ്മൃതികൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരികയാണെങ്കിൽ വളരെയധികം സന്തോഷം ഉണ്ടാകും. ഖുഷിമേ ഗണ്ട 1.5 ഗണ്ട ബീത്ത് ജാത്ത. ബാബ പറഞ്ഞ എത്ര സമയം ഞാൻ യോഗത്തിൽ ഇരുന്നു എന്ന് പോലുള്ള സങ്കല്പം വരില്ല. 1 മണിക്കൂറോ 1.5 മണിക്കൂർ കഴിഞ്ഞു പോയതും അറിയില്ല. ജിത്തനെ പ്രാക്ടീസ് ഹോത്തി ജായേഗി ഉത്തനെ ഖുഷി ബഡ്ത്തി ജായേഗി. എത്രമാത്രം നമുക്ക് ഈ അഭ്യാസം ഉണ്ടാകും അത്രയും സന്തോഷം വർദ്ധിക്കും. ബഹുത് മജ ആയേഗ ഓർ ഫിർ ഘൂമത്തെ ഫിർത്തെ യാദ് കർണ. ബാബ പറഞ്ഞ അത്തരത്തിൽ നമുക്ക് ഇരുന്ന് വിചാരസാഗരം മനനം ചെയ്യുമ്പോൾ സ്മൃതികളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണരുമ്പോൾ ബാപ്പണ ആ ഒരു സന്തോഷം തന്നെ വേറെയാണ്. അതേപോലെ തന്നെ ബാപ്പണ ഇരിക്കുമ്പോൾ നടക്കുമ്പോൾ കറങ്ങുമ്പോഴെല്ലാം ബാബ പറഞ്ഞ ബാബയുടെ ഓർമ്മയിലിരിക്കുക. ഫുർസത്ത് ബഹുത്തെ ഹാ വിഘ്ന പടേങ്കി ഉസ്മേ കൊയ് ശക്തി നഹി. ബാബ പറഞ്ഞു തരുന്ന ധാരാളം സമയമുണ്ടല്ലോ. ഇനി ബാപ്പണ വിഘ്നങ്ങളും അതിനനുസരിച്ച് വരും. ബാപ്പണ ഇതിൽ യാതൊരു സംശയിക്കേണ്ട കാര്യമില്ല. ദണ്ഡേമേ മനുഷ്യക്കോ നീന്ത് നഹി ആത്തി. ഏതുപോലെ ലൗകികത്തിലും ബാബ പറയാണ് ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ്സിൻ്റെ സീസൺ ആണെങ്കിൽ അവർക്ക് ഉറക്കൊന്നും വരാറില്ല. തുമക്കോ ബുദ്ധിമേ രഹത്ത ശിവ ബാബ കേലിയ ഹം ഭോജൻ ബനാത്തെ. അതുപോലെ തന്നെ ബാബ പറഞ്ഞു തരാണ് ഏതൊരു സമയത്തും നിങ്ങൾക്ക് ബാബയുടെ ഓർമ്മയുണ്ടാകണം. അപ്പോൾ ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം ഞാൻ ബാബയ്ക്ക് വേണ്ടി ഭോജനം ഉണ്ടാക്കുകയാണ്. ശിവബാബയ്ക്കിലെ ഹം യേ കർത്തേ ഹെ. ബാബയ്ക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യുകയാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോൾ കേവലം ഭോജനം മാത്രമല്ല, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് എന്ത് വേണം, ഇത് ഞാൻ ബാബയ്ക്ക് ഉണ്ടാക്കുകയാണ്, ബാബയ്ക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ്, ബാബയുടെ സേവനത്തിന് വേണ്ടി എന്നുള്ളൊരു തോന്നൽ വരണം, ആ ഒരു ചിന്ത വരണം. ഭോജൻ ബി ശുദ്ധി സെ ബനാന. അതുപോലെ ബാബപ്പണ ആഹാരം ഉണ്ടാക്കുമ്പോഴും വളരെ ശുദ്ധിയോടുകൂടി ഉണ്ടാക്കുക അല്ലേ. അപ്പം ബാബ അതിന് ബാബയ്ക്ക് വേണ്ടി ഭോഗം വെക്കുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന രീതികളും പാത്രമാകട്ടെ, നമ്മുടെ കൈകളാകട്ടെ, നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമാകട്ടെ, ഇന്നലെ എല്ലാം ഇട്ട് വസ്ത്രം കൊണ്ട് ഇന്ന് ഇട്ടിട്ട് ഭോഗം ഉണ്ടാക്കുക അല്ലേ. അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ശുദ്ധി എന്ന് പറയുമ്പോൾ എല്ലാ പ്രകാരത്തിലുള്ള ശുദ്ധിയോടുകൂടി വേണം ബാബയ്ക്ക് ഭോഗം ഉണ്ടാക്കാൻ. ഐസി ചീസ് നാ ഹോ ജിസേ കിറ്റ്പിറ്റ് ഹോ. ബാബ പറഞ്ഞു തരാൻ അങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കരുത്. ബാബൻ അതിലൂടെ ബാബയ്ക്ക് അർപ്പിക്കുന്ന ഭോജനം കൂടി എന്താ കുഴപ്പമുള്ളത് ആകരുത്. അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. ഒരിക്കൽ ബാബയ്ക്ക് ഭോഗം വെക്കാൻ കൊണ്ടുപോയപ്പോൾ ബാബ മടക്കി അയച്ചു. അപ്പോൾ ബാബ പറഞ്ഞ ഉസ്മേ സാമ്പ് ദിക്തായെന്ന്, അതിൽ പാമ്പ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടാക്കിയ ആൾക്കോ അല്ലെങ്കിൽ ഭോഗം വയ്ക്കുന്ന ആൾക്കോ അറിയുന്നില്ല ബാബ എന്താ ഉദ്ദേശിച്ചത്. പിന്നീട് തിരിച്ചു കൊണ്ടുപോയി ഭോഗ പ്ലേറ്റെല്ലാം എടുത്ത് നോക്കുമ്പോൾ അതിൽ മുടി കണ്ട്. അപ്പോൾ ബാബ മുടി എന്ന് പറയാതെ ബാബ എന്ത് പറഞ്ഞു, പാമ്പുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് മുടിയുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മുന്നിൽ അത് ആ കുട്ടിക്കും കൂടി അതിന് വിഷമം ഉണ്ടാവില്ല. ബാബ എത്ര അതിനെ സൂക്ഷ്മ രീതിയിൽ ബാബ കൈകാര്യം ചെയ്യുന്നു. അപ്പം അതേപോലെ ബാബിനെ നമ്മളറിയില്ല, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ മാന്തിയിട്ടുണ്ടാകുമോ, ചിലപ്പോൾ കൈത്ത് മുടി കൊഴിയുന്ന മുടിയാണെങ്കിൽ അതിൽ വരൂലേ. അപ്പം അങ്ങനെ പിന്നെ ചിലർ ടേസ്റ്റ് നോക്കും. ബാബ പണ്ടൊക്കെ ടേസ്റ്റ് നോക്കാതെ വെക്കും. പിന്നെ ഒരു ദിവസം ബാബ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഉപ്പും നല്ലോണം ടേസ്റ്റുള്ളത് വേണോ, എനിക്ക് മാത്രം അതിൽ ഉപ്പുണ്ടോ പുളിയുണ്ടോ ഒന്നും നോക്കാണ്ട് ടേസ്റ്റ് ഇല്ലാണ്ട് ഇങ്ങനെ തരും അല്ലേ. ചിലപ്പോൾ പായസത്തിൽ മധുരം ഇട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കറിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടാവില്ല, പല വിധത്തിലും ഉണ്ടാകും ആ സമയത്ത്. അതിന് ശേഷമാണ് പിന്നെ ടേസ്റ്റ് നോക്കാൻ തുടങ്ങി.
അപ്പോൾ ചിലവരെന്ത് ചെയ്യും, അത് ഉണ്ടാക്കുന്നിടത്ത് തന്നെ ടേസ്റ്റ് നോക്കി പിന്നെ നക്കി ഇങ്ങനെ തുടച്ച് വീണ്ടും കയ്യിലെടുത്ത് അതിൽ ഇളക്കുക. അപ്പോൾ അതും കൂടി അശുദ്ധമാണ്. അങ്ങനെ പല കാര്യങ്ങളും ബാബയുടെ ഭോഗം ഉണ്ടാക്കുന്ന പാത്രങ്ങളേത്, കയ്യിലേത്, അതിൽ നമ്മൾ എഞ്ചിൽ പാത്രത്തിൽ ഇടുവോ അതോ അത്തരത്തിൽ അത് തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിക്കുക. അങ്ങനത്തെ ചില പണ്ടൊക്കെ നമ്മളില്ലേ ഉപ്പേരിയെല്ലാം ഉണ്ടാക്കി കറി ഉണ്ടാക്കി അതിലിട്ട് ചോറിട്ട് ഇങ്ങനെ കുഴച്ച് അതിൽ നിന്ന് തന്നെ എടുത്ത് കഴിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ട് അമ്മമാർക്കെല്ലാം. അപ്പോൾ ആ രീതിയിലൊന്നും ശീലം ഉണ്ടാകരുത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ചട്ടി പാത്രങ്ങൾ എന്തൊക്കെയുണ്ട്, ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രം, അത് ബാബയ്ക്ക് ഭോഗ് വെക്കുന്ന. അപ്പോൾ ബാബയ്ക്ക് ഭോഗ് വെക്കുന്ന പാത്രത്തിൽ ഒരിക്കലും എഞ്ചിൽ കൈകൾ കൊണ്ട് തൊടാൻ പോലും പാടില്ല. അതിപ്പോൾ ചിലവരൊക്കെ ശീലമുണ്ടാവും, കപ്പിൽ ചായ ഉണ്ടാക്കി ബെഡ്റൂമിൽ കൊണ്ടുപോയി വെക്കുക, എന്നിട്ട് ബെഡ്റൂമിൽ ഒഴിച്ച് കുടിക്കുക, അങ്ങനത്തെ ശീലം ഉണ്ടാവും. അതായത് ബാബയുടെ അടുക്കളയിൽ നിന്ന് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, നമുക്ക് സെൽഫിന് വേണ്ടി കൊണ്ടുപോയി ലൗകികത്തിൽ വെക്കില്ല. അതിനു വേണ്ടി സെപ്പറേറ്റ് ജഗ് വെക്കുക, സെപ്പറേറ്റ് ഗ്ലാസ് വെക്കുക, സെപ്പറേറ്റ് മഗ് വയ്ക്കുക, നമ്മൾ കുടിക്കാൻ മാത്രം എടുക്കുന്ന രീതിയിൽ. ഉണ്ടാക്കി വെച്ച പാത്രം എടുത്തുകൊണ്ട് പോയിട്ട് ഡൈനിങ് ടേബിളിൽ വെച്ച് പിന്നെ എല്ലാവരും കൈയിട്ട് വാരി ഇങ്ങനെ ഇളക്കുക. അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ചെറിയൊരു പിഴവുണ്ടെങ്കിൽ പോലും അത് ബാബയ്ക്ക് സ്വീകാര്യമല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. ബാബ പറയും ഭോജനം ബാബയ്ക്ക് വെക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ആ ബാബയ്ക്ക് ഭോഗ് വെക്കുന്നതിൽ വലിയൊരു സീക്രട്ട് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നിസ്സാരമാണ്. ഇപ്പോൾ വ്യാഴാഴ്ചയൊക്കെ ഭോഗ് വെക്കാൻ ഓരോരുത്തർ എൻ്റെ ഭോഗ് പറയില്ല. അതിൽ ഭോഗ് ഏറ്റവും വലിയ രഹസ്യമാണ്. നമ്മൾ ചെയ്തു കൂട്ട് ഒരുപാട് വികർമ്മങ്ങൾ അതിൽ കൂടി തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. കാരണം ബാബയ്ക്ക് അർപ്പിക്കുമ്പോൾ ആ മനസ്സുകൊണ്ട് അർപ്പിക്കല്ലേ ചെയ്യുക ഭഗവാന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ കഴിച്ചിരുന്ന ഭക്ഷണം എങ്ങനെയാണ്? മറ്റുള്ളവരുടെ വേദന, മറ്റുള്ളവരുടെ രോദനങ്ങൾ, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കൂടിയ ഭക്ഷണമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ബാബയുടെ നിന്ന് ബാബയുടെ ഭോജനത്തെ സമർപ്പിക്കുമ്പോൾ ആ എല്ലാ തരത്തിലുള്ള നെഗറ്റീവ്സ് ഉണ്ടാവുകയാണ്. അതിൽ പോവുക മാത്രമല്ല, അതിൻ്റെ പുറകെ എത്ര പേരുടെ അധ്വാനം ഉണ്ട്. ഇപ്പോൾ ഒരു അരിയാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും അതിൽ എത്ര പേരുടെ അധ്വാനം ഉണ്ടാകും. അവർക്കെല്ലാം കൂടി എന്ത് പോവാണ്? അതിൽ സകാശ് ഇൻഡയറക്റ്റായിട്ട് ബാബയുടെ ശക്തി അവർക്ക് കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള പുണ്യം നമ്മൾ അതിലൂടെ നടക്കുമ്പോൾ അപ്പോൾ നമ്മളുടെ അനേക പാപത്തിൻ്റെ കുറേ ഇളവുകൾ അതിലൂടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബാബയ്ക്ക് ഭോഗ് വെക്കണമെന്ന് പറയുന്നത്, അല്ലാണ്ട് വെറുതെ അല്ല. ചിലർ പറയല്ലേ ഇതെന്താ ഭക്തിമാർഗം പോലെയാണോ എന്ന്. ഭക്തിമാർഗം വേറെ, ജ്ഞാനമാർഗം വേറെ. അവിടെ നമ്മൾ അറിവില്ലാതെ ചെയ്തു, ഇവിടെ നമ്മൾ നമ്മുടെ അച്ഛന് വേണ്ടി. നമ്മളിപ്പോൾ ബാബയുടെ ജ്ഞാനം കിട്ടി ആത്മാവായി പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ എൻ്റെ മോൾക്ക് വേണ്ടി, എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടത്, എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ് വെക്കില്ലേ? വെക്കും. അപ്പോൾ ജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ അങ്ങനെ വെക്കുന്നത്? അപ്പോഴും ബാബയ്ക്ക് എന്ന് പറഞ്ഞ് വെക്കുന്നില്ലല്ലോ. എൻ്റെ മോനക്ക് അതുണ്ടാക്കി കൊടുക്കണം, എൻ്റെ മോൾക്ക് ഇതുണ്ടാക്കുക. അപ്പോൾ അവിടെ തന്നെ നമ്മൾക്ക് വേണ്ട ദേഹാഭിമാനത്തിൽ തന്നെ വരിക. അപ്പം അതുകൊണ്ട് ബാബ പറയാണ്, ബാബയുടെ ഭോജനം ഉണ്ടാക്കുമ്പോൾ അതിൽ വ്യക്തികളുടെ സങ്കല്പം പോലും അതിൽ വരരുത്. അത് ബാബയ്ക്ക് പരമാത്മന് തൃപ്തായോ ബാക്കിയുള്ളവർക്കും തൃപ്തിയാകും അല്ലേ. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞ ശുദ്ധിയോടുകൂടി ബാബയ്ക്ക് ഭോഗം സമർപ്പിക്കണം. അല്ലെങ്കിൽ ഉണ്ടാകും ചെറിയ കുറവുകളൊക്കെ അതിൽ ഉണ്ടാവും. ബാബ കുതുബി യാദ് കർത്തേ ഹെ. അപ്പം നല്ല രീതിയിൽ ബാബയ്ക്ക് ഭോജനം വെക്കുകയാണെങ്കിൽ, ഭോഗം സമർപ്പിക്കുകയാണെങ്കിൽ ബാബ പോലും നിങ്ങളെ ഓർമ്മിക്കും. അതാണ് ശബരിയുടെ കഥ പറയുന്നത് അല്ലേ. എത്ര മനസ്സർപ്പിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ പുറമേ കാണുന്നവർക്ക് തോന്നും അയ്യോ ഭഗവാന് എച്ചിൽ പഴം കൊടുക്കുന്നു എന്നുള്ളത്. പക്ഷേ ശബരിയുടെ ഉള്ളിൽ ഭഗവാന്റെ പ്രതിയുള്ള ഭാവന അവർ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ ഉയർന്നതാണ്. അപ്പം അതേപോലെ നമുക്കും ബാബയോടുള്ള ഭാവന അത്രയും ഉയർന്നതായിരിക്കും. ബാബയ്ക്ക് വേണ്ടി പൂ കൊണ്ടുവരിക, എത്ര സന്തോഷത്തോടെ പൂ കൊണ്ടുവരിക. ബാബയ്ക്ക് വേണ്ടി ഇന്നത്തെ ഫ്രൂട്ട് എൻ്റെ വക വെക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുവരിക. അതൊക്കെ ഭാവനയാണ്. ബാബയോടുള്ള അതിയായിരിക്കുന്ന ആ ഒരു പ്രേമമാണ് അത്. മനസ്സിലായല്ലോ? അല്ലാണ്ട് അത് ഇങ്ങനെ എന്താ പറയുക, ചിലർ പറയില്ല ഇതെല്ലാം ഷോ ഓഫ് അല്ല. ചിലവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരും. അവർക്ക് ബാബയ്ക്ക് അന്ന് പൂ വെച്ചില്ലെങ്കിൽ തൃപ്തി ഉണ്ടാവില്ല. ചിലർക്ക് ബാബയ്ക്ക് ഇന്ന് ഫ്രൂട്ട് കൊടുത്തില്ലെങ്കിൽ തൃപ്തി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എന്തെങ്കിലും ബാബയ്ക്ക് കൊടുക്കണം എന്നുള്ളൊരു മനസ്സുണ്ട്. അതൊക്കെ ബാബയോടുള്ള പ്രേമത്തിൻ്റെ ലക്ഷണമാണ്. अच्छा, मीठे मीठे सिकिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग.
रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड മോർണിംഗ് നമസ്തേ നമസ്തേ നമസ്തേ. അപ്പോൾ ധാരണയ്ക്കുള്ള ഇന്നത്തെ പോയിൻ്റ് എന്തായിരിക്കും? ഒന്നാമത്തത്, സവേരെ സവേരെ ഉട്ട്കർ ബാബ സെ മീठी മീठी ബാത്തേ കർണി ഹെ. അതിരാവിലെ എഴുന്നേറ്റ് ബാബയോട് മധുരമായ ആത്മീയ വാർത്താലാപം ചെയ്യണം. रोज़ खुशी की खुराक खाते हुए अतीन्द्र सुख का अनुभव करना. ബാബ പറയണ നിത്യേന സന്തോഷത്തിൻ്റെ ടോണിക്ക് കഴിച്ച് അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ചെയ്യാം. അപ്പോൾ ബാപ്പണ് സന്തോഷം ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടി ബാബ പറഞ്ഞ ഡെയിലി ബാബ നൽകിയ സ്മൃതികൾ നമ്മുടെ ഉള്ളിൽ ഉണരണം. ബാബ ഞാൻ ദേവതാത്മാവായിരുന്നു എന്ന് പറയുമ്പോൾ ആ ദേവതാ രാജ്യത്തിൻ്റെ സ്മൃതികൾ നമ്മുടെ ഉള്ളിൽ വരണം. അങ്ങനെ ഓരോ പോയിന്റുകളും ബാബ എനിക്ക് എന്തെല്ലാം സ്മൃതികൾ ഉണർത്തി അതൊക്കെ നമ്മളുടെ ബുദ്ധിയിൽ വരുമ്പോൾ ബാപ്പന് സദാ സന്തോഷം ഉണ്ടാവും, അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ചെയ്യാൻ പറ്റും. 2, सत्युगी राजधानी स्थापन करने में बाप का पूरा मददगार बनना, इसके लिए पावन बनना है. സത്യുഗി രാജധാനി സ്ഥാപിക്കുന്നതിൽ ബാബയ്ക്ക് എല്ലാ പ്രകാരത്തിലും സഹയോഗിയാകണമെങ്കിൽ, വിചാരിച്ചതുകൊണ്ട് സഹയോഗി ആവില്ല പോലും, ബാബ പറയണ ബാബയ്ക്ക് സമ്പൂർണ്ണ സഹയോഗിയാകണമെങ്കിൽ പാവനരാകണം. അല്ലേ? ബാബ സത്യുഗം സ്ഥാപിക്കുന്ന എങ്ങനെയാണ്? ബാബ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, പവിത്രധൻ, പവിത്രമൻ, പവിത്ര തൻ എന്നുള്ളത്. ഇതിൻ്റെ ആധാരത്തിൽ സത്യുഗം സ്ഥാപിക്കപ്പെടും. അതുകൊണ്ട് ഓർമ്മയുടെ യാത്രയിൽ വികർമ്മം വിനാശം ചെയ്യണം. ഭോജൻ ബി ശുദ്ധി സെ ബനാന. ഇനി നമ്മുടെ ആഹാരവും കൂടി ഭോജനവും കൂടി ശുദ്ധിയോടുകൂടി തയ്യാറാക്കണം. പാവനമാകണം, വികർമ്മ വിനാശാകണം, ഭോജനം കൂടി ശുദ്ധിയോടെ തയ്യാറാക്കണം. അപ്പോൾ ബാപ്പണ് ഇതിൻ്റെ ആധാരത്തിൽ എനിക്ക് എന്താകാൻ പറ്റൂ? ബാബയ്ക്ക് പൂർണ്ണ സഹയോഗിയാകാൻ പറ്റുകയുള്ളൂ. इनते वरदान, दिव्य गुणों के आह्वान द्वारा सर्व अवगुणों की आहुति देने वाले സന്തുഷ്ടാത്മാ ഭവ. ദിവ്യഗുണങ്ങളുടെ ആഹ്വാനത്തിലൂടെ എന്ന് വെച്ചാൽ ധാരണ ചെയ്യുന്നതിലൂടെ സർവ അവഗുണങ്ങളുടെ ആഹുതി ചെയ്യുന്ന, പറഞ്ഞാൽ അതിനെ ഇല്ലാതാക്കുന്ന സന്തുഷ്ട ആത്മാവായി ഭവിക്കും. അപ്പോൾ അവഗുണങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ബാബുവിനെ ദിവ്യഗുണങ്ങളെ ആഹ്വാനം ചെയ്യും, തൻ്റെ ഉള്ളിൽ അതിനെ ധാരണ ചെയ്യും. അപ്പോൾ അവഗുണങ്ങൾ എന്താകും? ആഹുതിയാകും. അപ്പോഴേ എനിക്ക് എന്താകാൻ പറ്റുമോ? സന്തുഷ്ട ആത്മാവാകും. ബാബ അതിനെ വിശദീകരിക്കാൻ, ജैसे ദീപാവലി पर വിശേഷ സഫായി और കമായി का ധ്യാൻ रखते, ഏതുപോലെ ദീപാവലിയുടെ ദിനങ്ങളിൽ വിശേഷമായും ശുദ്ധീകരണത്തിൻ്റെയും സമ്പാദ്യത്തിൻ്റെ കാര്യത്തിലും ശ്രദ്ധ നൽകാറുണ്ട്. അല്ലേ? ചാർട്ട്, അവരുടെ ഒരു വർഷത്തെ കണക്ക് ക്ലോസ് ചെയ്യുന്നതും കണക്ക് ആരംഭിക്കുന്ന ദിവസമാണ് ദീപാവലി. പഴയതെല്ലാം ക്ലോസ് ചെയ്ത് പുതിയതിൻ്റെ തുടക്കം. അതുപോലെ തന്നെ വീടും വളപ്പും എല്ലാം മൊത്തത്തിലൊരു ശുദ്ധീകരണമായിരിക്കും ദീപാവലി. ऐसे आप भी सब प्रकार की सफाई और कमाई का लक्ष्य रख संतुष्टात्मा बनो. അതേപോലെ താങ്കൾ എല്ലാ പ്രകാരത്തിൻ്റെ ശുദ്ധിയും സമ്പാദ്യം ഉണ്ടാക്കണമെന്നുള്ള ലക്ഷ്യവും വെച്ച് സന്തുഷ്ടാത്മാവാകും. നമ്മളുടെ ഉള്ളിൽ ശുദ്ധി നടക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ എന്താ വരാണ്? പഴയ കണക്ക് ക്ലോസും പുതിയ കണക്ക് തുറക്കാണ്. പറഞ്ഞാൽ സമ്പാദ്യം കൂടുന്ന സമയമാണ്. സന്തുഷ്ടത ദ്വാരാ ഹി സർവ ദിവ്യ ഗുണോ കാ ആഹ്വാൻ കർ സക്കേംഗെ. അപ്പം സന്തുഷ്ടതയിലൂടെയാണ് സർവ ദിവ്യ ഗുണങ്ങളെയും ആഹ്വാനം ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഉള്ളിൽ ക്ലിയർ അല്ല എങ്കിൽ ദിവ്യ ഗുണങ്ങളെ നമുക്ക് ധാരണ ചെയ്യാൻ പറ്റില്ല. फिर അവഗുണോ की ആഹുതി സ്വത്താ ഹോ ജായേഗി. ദിവ്യ ഗുണങ്ങൾ വന്നു ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ അവഗുണങ്ങൾ എന്താകും? ഇല്ലാതാകും, സമാപ്തിയാകും. अंदर जो कमज़ोरियाँ, कमियाँ, निर्बलता, कोमलता रही हुई है उन्हें समाप्त कर अब नया खाता शुरू कर. ബാബ പറഞ്ഞാണ്, തടിച്ച രൂപത്തിലുള്ളത് ഏകദേശം നമ്മളിലില്ല, കാമ, ക്രോധ, ലോഭ, മോഹ, അഹങ്കാരം. പക്ഷെ ബാപ്പണ് സൂക്ഷ്മതയിലുണ്ട്. അതാണ് ബാബ പറഞ്ഞ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ബലഹീനതകൾ, നമ്മുടെ കുറവുകൾ, ദൗർബല്യങ്ങൾ, അഥവാ നമ്മളുടെ ഒരു സൂക്ഷ്മത, കോമലത, തൊട്ടാവാടുന്ന പോലുള്ള അവസ്ഥകൾ,
ബാബ പണി ഇതിനൊക്കെ ഇല്ലാതാക്കുക, അപ്പോഴേ പുതിയ കണക്ക് നിങ്ങളുടെ ആരംഭിക്കുകയുള്ളൂ. और नए संस्कारों के नए वस्त्र धारण करो. പിന്നീട് പുതിയ സംസ്കാരത്തിൻ്റെ പുതുവസ്ത്രത്തെ ധാരണ ചെയ്യും. ദീപാവലിയുടെ ദിവസം പുതിയ കുപ്പായം എടുക്കും അല്ലേ. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞു ഏത് പുതിയ വസ്ത്രം ധരിക്കേണ്ടത്? പുതിയ സംസ്കാരങ്ങളുടെ പുതിയ വസ്ത്രത്തെ ധരിക്കൂ, അപ്പോഴേ സത്യമായ ദീപാവലി ആഘോഷമാവുകയുള്ളൂ. ബാബ ദീപാവലിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ സങ്കല്പം തരാം. പുതിയ സംസ്കാരമാകുന്ന വസ്ത്രം ധരിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്താവുള്ളൂ സത്യ ദീപാവലി. കാരണം സത്യുഗത്തിലെ കൊറോണേഷൻ ഡേ ആണല്ലോ, പട്ടാഭിഷേക ദിനത്തെയാണ് ദീപാവലിയായിട്ട് കണക്ക്. എല്ലാ പ്രകാരത്തെ സമ്പന്നതയുള്ള അവസ്ഥ എന്ന് വെച്ചാൽ എല്ലാ ആത്മജ്യോതികളും സത്വപ്രധാനമായി നിൽക്കുന്ന അവസ്ഥ, തൻ്റെ പൂർണ്ണമായിരിക്കുന്ന സ്വരൂപത്തിലേക്ക് എത്തിയിരിക്കുന്ന അവസ്ഥ അല്ലേ. അപ്പോൾ ബാപ്പൺ അത് നേടേണ്ടത് എവിടെയാ? സംഗമത്ത്. स्लोगन, स्वमान की सीट पर सदा सेट रहना है तो दृढ़ संकल्प की बेल्ट अच्छी तरह से बांध लो. ബാബ പറഞ്ഞ സ്വമാനത്തിൻ്റെ സീറ്റിൽ സദാ സെറ്റായിരിക്കണമെങ്കിൽ എന്ത് വേണം? ദൃഢസങ്കല്പത്തിൻ്റെ ബെൽറ്റ് നല്ല വിധത്തിൽ മുറുക്കണം, നല്ലോണം മുറുക്കി കെട്ടണമെന്ന് ബാപ്പണ്. ഏത്? ദൃഢസങ്കല്പത്തിൻ്റെ ബെൽറ്റ്. എന്തിന്? എന്നാലേ ഞാൻ സീറ്റിലിരിക്കും അല്ലേ. അതുകൊണ്ടല്ലേ കാറിലെല്ലാം ബെൽറ്റ്, കാറിലും ബെൽറ്റ്, ബസ്സിലും ബെൽറ്റ്, എല്ലാത്തിലും ബെൽറ്റ്. എന്തുകൊണ്ടാണ്? നമ്മൾ ആ സീറ്റിൽ ഇരിക്കാത്തത് കൊണ്ട്. അതേപോലെ ബാപ്പണ് നമ്മളുടെ സീറ്റ് ഉറപ്പാകണമെങ്കിൽ എന്ത് വേണം? ദൃഢസങ്കല്പത്തിൻ്റെ ബെൽറ്റ് മുറുക്കിക്കെട്ട്. വ്യക്തി ഇഷാരയുടെ പോയിൻ്റാണ്. शांति की शक्ति का प्रयोग पहले स्व के प्रति तन की व्याधि के ऊपर करके देखो. ബാബ പറഞ്ഞ ശാന്തിയുടെ ശക്തിയുടെ പ്രയോഗം ആദ്യം തൻ്റെ പ്രതി, തനിക്ക് വേണ്ടി. രണ്ടാമത്തത് തൻ്റെ ശരീരത്തിൻ്റെ വ്യാധിയുടെ മേൽ നിങ്ങൾ പ്രയോഗിച്ചു നോക്കൂ. ഈ ശക്തി ദ്വാരാ കർമ്മബന്ധൻ കാ റൂപ് മീഠേ സംബന്ധ് കെ റൂപ് മേ ബദൽ ജായേഗാ. അപ്പോൾ ഈ ശാന്തിയുടെ ശക്തിയുടെ പ്രയോഗത്തിലൂടെ നമ്മളിലേതാണോ കർമ്മബന്ധനത്തിൻ്റെ രൂപമുള്ളത് അല്ലേ, ബാബ പറയണ അത് മധുരമായ സംബന്ധ രൂപത്തിലേക്ക് എന്താകും? പരിവർത്തനം. ഒന്ന് കർമ്മഭോഗത്തിൽ നിന്നും പരിവർത്തനം ഉണ്ടാകും. രണ്ടാമത് കർമ്മബന്ധനം ഏതാണ് ഇന്നത്തെ സംബന്ധം, അത് ബാബ പറയണ മധുര സംബന്ധത്തിലേക്ക് പരിവർത്തനാകും. ഏ കർമ്മഭോഗ് കർമ്മ കാ കടാ ബന്ധൻ അല്ലേ. ബാപ്പണ ദേഹത്തിൻ്റെ വ്യാധികൾ, രോഗങ്ങൾ, ബാബപ്പണി ഇത് കർമ്മഭോഗം, ഇത് കർമ്മത്തിൻ്റെ കടുത്ത ബന്ധനമാണ്. സൈലൻസ് കി ശക്തി സെ പാനി കി ലക്കീർ മിസൽ അനുഭവ ഹോഗ. അപ്പോൾ ശാന്തിയുടെ ശക്തിയിലൂടെ എന്താകും? വെള്ളത്തിന്മേൽ വരയ്ക്കുന്ന ഒരു രേഖയ്ക്ക് രൂപത്തിൽ അനുഭവപ്പെടും. കർമ്മഭോഗം ഉണ്ടാവും, ശരീരവ്യാധികൾ ഉണ്ടാകും. പക്ഷെ ബാബ പറയണ എത്രമാത്രം ബാപ്പണ ശാന്തിയുടെ ശക്തി തൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്നോ അത്രത്തോളം ഈ കർമ്മഭോഗം എന്താകും? വെള്ളത്തിന്മേലൊരു വര വരച്ചതുപോലെ അത്ര ഈസി ആയിട്ട് നമുക്ക് അനുഭവപ്പെടും. ഭോഗനെ വാലാനഹി. അപ്പം നമുക്ക് തോന്നില്ല എത്രയാ അനുഭവിക്കുന്നതെന്നുള്ള തോന്നൽ ഉണ്ടാവില്ല. ഭോഗന ഭോഗ് രഹി ഹൂം ഏ നഹി. അതായത് എന്തൊരു കർമ്മത്തിൻ്റെ കണക്കാണ് ഞാൻ ഈ അനുഭവിക്കേണ്ടതായി വന്നത് എന്നുള്ളൊരു വിഷമം ഉണ്ടാവില്ലേ, അതുണ്ടാവില്ല. പകരം സാക്ഷി ദൃഷ്ടാവായി ഇരുന്നു കൊണ്ട് തൻ്റെ കണക്കുകൾ തീർക്കുന്ന ദൃശ്യത്തെ കണ്ടുകൊണ്ടിരിക്കും. ഇത് നമുക്കൊരു ഭോഗമായല്ലോ, വേദനയാണല്ലോ, ഭാരമാണല്ലോ, വിഷമമാണല്ലോ, അങ്ങനൊരു മനസ്സിൻ്റെ പ്രയാസം ഉണ്ടാവില്ല അവിടെ. പകരം നമ്മളെന്താകും? ദേഹം കൊണ്ട് ഉണ്ടാക്കിയ ദേഹം കൊണ്ട് തന്നെ തീർക്കണം. അപ്പം അതിന് നമ്മൾ എങ്ങനെയുണ്ട്? സാക്ഷിയായിരുന്നു കൊണ്ട് തൻ്റെ കർമ്മത്തിൻ്റെ അക്കൗണ്ട് തീർക്കുന്നതിൻ്റെ ദൃശ്യം പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അവിടെ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ അടി കൂടുന്നു, കുത്തും കൊലയും നടക്കുന്നത് നമ്മൾ കാണില്ലേ. അതുപോലെ തൻ്റെ ദേഹത്തിൽ നടക്കുന്നതിന് സാക്ഷിയായിരുന്നു കൊണ്ട് തൻ്റെ കണക്ക് തീർന്നുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ നമ്മളതിനെ കണ്ടുകൊണ്ടിരിക്കുക. അല്ലാണ്ട് പ്രയാസപ്പെട്ട് വിഷമിച്ച് അല്ല എന്ന് ബാബ പറയും. അപ്പം അതിന് നമ്മളുടെ ഉള്ളിൽ എന്ത് നിറയ്ക്കണം? ആദ്യം ബാബണ സൈലൻസിൻ്റെ ശക്തി നമ്മൾ നിറയ്ക്കേണ്ടതായിട്ട് വരും.
അപ്പോൾ ബാബ ഇന്ന് മുരളിയിൽ നമുക്ക് വിശേഷമായിട്ട് ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് ബാപ്പൺ അതിരാവിലത്തെ സമയം ഭക്തിമാർഗത്തിലും ആണെങ്കിലും ജ്ഞാനമാർഗത്തിലാണെങ്കിലും ഏറ്റവും ഉത്തമ സമയം ബാബയോട് സംഭാഷണം നടത്താനുള്ള സമയത അതിരാവിലത്തെ സമയം, ബ്രഹ്മമുഹൂർത്ത സമയം അല്ലെ അമൃത് വേള സമയം അല്ലേ. അപ്പോൾ ബാബ ഇന്നൊരു സീക്രട്ട് പറഞ്ഞു, ഭക്തിയിലും നിങ്ങൾ സർവശക്തിവാൻ എന്ന് ബാബയെ കാണാറുണ്ട്, എന്നാൽ ജ്ഞാനമാർഗത്തിൽ നിങ്ങൾ ബാബയെ അറിവോടുകൂടി സർവശക്തിവാൻ എന്ന് കാണുന്നു. അപ്പോൾ ഭക്തിയിൽ കാണുന്നതും വ്യത്യാസമുണ്ട്, ഇപ്പോൾ നിങ്ങൾ ബാബയെ സർവശക്തിവാൻ എന്ന് വിളിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഭക്തിയിൽ അവരുടെ വിശ്വാസം എന്താ, ഭഗവാൻ സർവശക്തിവാനാണ്, അതുകൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കുന്നവനാണെന്നുള്ളൊരു വിശ്വാസം. പക്ഷെ ബാബ പറഞ്ഞ എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല, കാരണം എന്നേക്കാൾ സർവശക്തിവാൻ ഡ്രാമയാണ്. കാരണം ഡ്രാമയുടെ ബന്ധനത്തിൽ ഞാനും ബന്ധിക്കപ്പെട്ടു. പക്ഷെ എന്നെ സർവശക്തിവാൻ എന്ന് വിളിക്കാൻ കാരണം എന്താ, ബാബ ഡ്രാമയിൽ ബന്ധിക്കപ്പെട്ടവനാണെങ്കിലും ബാബയുടെ കർത്തവ്യം എന്താ, സർവ്വ ആത്മാക്കൾക്കും സദ്ഗതി നൽകുക, പതീത ആത്മാക്കളെ പാവനാക്കുക. അത് ബാബ പറഞ്ഞ മറ്റാരെ കൊണ്ടും സാധ്യമല്ല. പിന്നെ അഖണ്ഡ രാജ്യത്തിൻ്റെ രാജ്യഭരണം നമ്മൾ നൽകുക, നമുക്ക് നൽകുക, ആ രാജ്യാധികാരത്തെ മറ്റാർക്ക് തട്ടിയെടുക്കാനും സാധിക്കില്ല. അപ്പം ഈ കാരണം കൊണ്ട് നമ്മൾ ബാബയെ എന്ത് വിളിച്ചു, സർവശക്തിവാൻ. പിന്നെ ബാബ പറഞ്ഞു, ബാബയെ നിങ്ങൾ എത്രമാത്രം ഓർമ്മിക്കുന്ന അത്രയും നിങ്ങൾ കുട്ടികളാണ് സത്യത്തിൽ സർവശക്തിവാനായിട്ട് മാറുന്നത്. കാരണം അഖണ്ഡ ഭാരത്തെ ഭരിക്കാനുള്ള ശക്തി ആർക്കുള്ളത്, നിങ്ങൾ കുട്ടികൾക്കാണ്. അപ്പോൾ ബാബ നമ്മളുടെ ഉള്ളിൽ എത്രമാത്രം ഓരോ സ്മൃതികൾ ഉണർത്തി നമ്മളുടെ ഉള്ളിൽ അത്രയും ലഹരി വർദ്ധിപ്പിക്കാൻ. അപ്പം അതുകൊണ്ടാണ് ബാബ പറഞ്ഞ ആ ലഹരി എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ സ്ഥായിയായിട്ടുണ്ടാകണം, ആ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് ബാപ്പണ വിചാരസാഗരം മനനം ചെയ്യും, കേട്ടാൽ മാത്രം പോരാ, ബാപ്പണ അതിന് വിശകലനം ചെയ്യാം. അച്ഛാ, ഓം ശാന്തി.